വളരെ അനുഗ്രഹീതമായ ഒരു രാത്രി കൂടി ദൈവവചനം കേൾക്കാനും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാനും കർത്താവ് നമുക്ക് ശേഷിപ്പിച്ചതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റാം. ഈ രാത്രി യോഗത്തിന് അധ്യക്ഷനായിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ ബേബി തോമസ് പാസ്റ്റർ, ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകൻ എബി പാസ്റ്റർ, ഒത്തിരി സന്തോഷം എനിക്കുള്ളത് കർത്താവിൻ്റെ ദാസൻ പക്ഷേ ബിനോയ് തോമസ്, അദ്ദേഹം ഈ വർഷമാണ് ഇവിടെ ജോയിൻ ചെയ്തതെങ്കിലും കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് സഹപ്രവർത്തകരായിട്ട് ഒരു സെൻട്രൽ പ്രവർത്തിക്കാനുള്ള അവസരം കർത്താവ് ഒരുക്കി. ഈ രാത്രിയിൽ അദ്ദേഹത്തെ കുടുംബമായി കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ കടന്നു വന്ന എല്ലാവരോടും ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുവാൻ തന്ന ഭാഗ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ കേരളക്കരയിലും ലോകമെമ്പാടും കർത്താവ് ഉപയോഗിക്കുന്ന പ്രിയ പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്ററോട് ഒരുമിച്ച് വേദി പങ്കിടാൻ കഴിഞ്ഞത് വളരെ അഭിമാനകരമായ കാര്യമാണ്. പ്രിയ ലാലുച്ചാനോട് ഒരുമിച്ച് ഈ വേദി പങ്കിടാൻ കഴിഞ്ഞത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എനിക്ക് പ്രിയരായ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചൊരു ദൂതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായി ഇവിടെ വായിക്കും. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മളൊരു പ്രാർത്ഥനയാണല്ലോ വായിച്ചത്, അതുകൊണ്ട് തന്നെ ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും അധരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും അധരങ്ങൾ തുറക്കണം. നമ്മുടെ അധരത്തിന് ബന്ധനമില്ല, ബന്ധനം ഉണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം പറയാൻ കൃപ ലഭിച്ചവർ സ്തോത്രം പറഞ്ഞോണം. അന്യഭാഷ പറയാൻ നിയോഗമുള്ളവർ അന്യഭാഷ പറയണം. കരമുയർത്താൻ കൃപ ലഭിച്ചവർ കരമുയർത്തിക്കോണം. കരമടിക്കാൻ നിയോഗമുള്ളവർ കരമടിച്ചോണം. ഈ രാത്രി പരിശുദ്ധാത്മാവ് അക്ഷരാർത്ഥത്തിൽ ഇറങ്ങുന്ന നിമിഷങ്ങളാകട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ അകമൊന്ന് കത്തട്ടെ. ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം. വചനത്തിന്റെ ശുശ്രൂഷക്കെതിരെ വ്യാപരിച്ചു നിൽക്കുന്ന അന്ധകാര വ്യാപാരങ്ങൾ, ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് ഇന്ന് രാത്രി ഇതിനകത്തുണ്ടാകട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവ് ഇതിനകത്തുണ്ടാകട്ടെ. വചനത്തിന്റെ ശക്തി വെളിപ്പെടാൻ തടസ്സമായ അന്ധകാര വ്യാപാരങ്ങളുടെ മേൽ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. വളരെ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഇന്ന് രാത്രി ഞങ്ങൾ അതിലുപരിയായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കണമേ. മാനുഷിക ശബ്ദമല്ല, ദൈവ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഉപക്രമം ഒന്നും പറയുന്നില്ല, വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അനുഗ്രഹീതനായ ദൈവദാസന്റെ പ്രഭാഷണം കൂടെ നമുക്ക് കേൾക്കണം. അതുകൊണ്ടൊരു തുടക്കം കുറിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പൗലോസിന്റെ 12 പ്രാർത്ഥനകളുണ്ട് ബൈബിളിൽ. 12 പ്രാർത്ഥനകൾ. അതിൽ 2 പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയുന്നത് എഫേസ്യ ലേഖനത്തിലാണ്. അത് നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്. എഫേസ്യ ലേഖനം 1:16-19, 3:16-19 എളുപ്പമല്ലേ? 1-ാം അധ്യായം 16-19, 3-ാം അധ്യായം 16-19. ഈ 2 പ്രാർത്ഥനകളും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. അപ്പം 1-ന്റെ 16-19 നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. മറ്റേ ഭാഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പം അത് പൗലോസ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് 1-ന്റെ 16-ാം വാക്യം എല്ലാവരും ബൈബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്യം ഒന്ന് നിങ്ങൾ ഒരുമിച്ചൊന്ന് വായിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചോദ്യം, അതെന്നാ പ്രാർത്ഥനയാ? ഒരു ഗ്യാപ്പില്ലാതെ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കി. നമ്മൾ രാവിലെയും രാത്രിയിലും പ്രാർത്ഥിക്കും, പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുമായിരിക്കും. ഒരാവശ്യം വരുമ്പം നെടുമ്പാട് വീണും കരയുമായിരിക്കും. പക്ഷെ പൗലോസ് പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്നറിയാം? ഒരു ഗ്യാപ്പില്ലാതെ ഇടവിടാതെ പ്രാർത്ഥിക്കുകയാണ്. അതൊരു അത്ഭുതമാണ്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം കൂടെ പറയാം. യഥാർത്ഥത്തിൽ ഈ എഫേസ്യ സഭ സ്ഥാപിച്ചത് പൗലോസ് അല്ല, സ്ഥാപിച്ചത് അപ്പല്ലോസാണ്. അപ്പം പൗലോസിൻ്റെ മാവനില്ല അവിടെ, ചേട്ടനില്ല, ചേച്ചിയില്ല, അപ്പനില്ല, അമ്മയില്ല, ആരുമില്ല. ഒരു രക്തബന്ധവും ഇല്ലാത്തൊരു കൂട്ടത്തിന് വേണ്ടി ഈ മനുഷ്യൻ ഗ്യാപ്പില്ലാതെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പം അതൊരു അത്ഭുതമല്ലേ? സ്തോത്രം. ഈ തിമത്യോസിനോട് പൗലോസ് പറയുന്ന വാക്കുണ്ട്, തിമത്യോസേ, ഞാൻ രാവും പകലും പ്രാർത്ഥനയിൽ നിന്നെ ഓർക്കുകയാണ്. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, പൗലോസിൻ്റെ ആരാണ് തിമത്യോസ്? പറഞ്ഞേ.
നിജപുത്രനാന്ന് പറയുന്നു. രക്തബന്ധം വല്ലതും ഉണ്ടോ? മോൻ വല്ലതും ആണോ? അല്ല. മാവൻ്റെ മോനാണോ? ഒന്നുമല്ലേ. ശുശ്രൂഷ ബന്ധം അല്ലാതെ വേറൊന്നുമില്ലല്ലോ. ഇപ്പം എബിപ്പാസ് മോക്ക് വേണ്ടി കരയുന്നു എന്നുള്ള കാര്യത്തിനകത്ത് അത്ഭുതമൊന്നുമില്ല, നല്ലതാ. എന്നാൽ അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മൾ പറയാം എബിപ്പാസ് പ്രാർത്ഥിക്കുന്നു, പക്ഷെ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാ? ആ മോക്ക് വേണ്ടിയാ. പക്ഷെ എബിപ്പാസ് എനിക്ക് വേണ്ടി കരഞ്ഞാലോ, അതൊരത്ഭുതമാണ്. പൗലോസ് തിമത്യോസിന് വേണ്ടി കരയുമ്പോൾ ഓർത്തോണം, ഒരു രക്തബന്ധവും ഇല്ലാത്തൊരു കൊച്ചന് വേണ്ടി രാവും പകലും ഒരാൾ വേലി കെട്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അവനെ ശത്രു തൊടുവോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചർച്ചിന് വേണ്ടി വേലി കെട്ടി പ്രാർത്ഥിക്കാൻ ഒരു 10 എണ്ണം സഭയ്ക്കകത്തുണ്ടെങ്കിൽ ആ ചർച്ചിനെ ശത്രു തൊടുവോ? സോദരം, ഞാൻ ഈ കുറേ നാളുകൾക്ക് മുമ്പ് പകരക്കാരനായിട്ട് ശുശ്രൂഷിച്ച ഒരു ചർച്ചിൽ ഒരു അമ്മയുണ്ട്. അമ്മ പുറയിലായിരിക്കുന്നത്, നമുക്ക് നല്ല പ്രായമുണ്ട്. അപ്പം ഞാനാ പ്രസംഗിക്കുന്നത്, സെൻട്രൽ പാസ്റ്ററാ പ്രസംഗിക്കുന്നത്. ഇനി ജനറൽ പ്രസിഡന്റ് ആണെങ്കിൽ അമ്മച്ചിക്ക് ഒരു പ്രശ്നമില്ല. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരിക്കും അമ്മച്ചി നല്ല പ്രവാചകയാണ്. ഈ ദൂത് കേൾക്കുമ്പോണ്ടല്ലോ ചാടി ഒരു എഴുന്നേപ്പുണ്ട്. എഴുന്നേറ്റിട്ട് അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് മുമ്പോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഈ പിള്ളേരുടെയൊക്കെ മുട്ടിടിക്കും, കിട്ടാട്ടിക്കും. കാരണം പിള്ളേർക്കറിയാം അമ്മച്ചി തട്ടിപ്പും തരികടയൊന്നുമല്ല പറയാൻ പോകുന്നത്, കൃത്യം ദൂതാണ്. എന്നിട്ട് പറയും ജെയിംസെ സൂക്ഷിച്ചോ, അപകടം വരുന്നു, അനർത്ഥം വരുന്നു. ഇത് കേൾക്കുമ്പോഴത്തേനും ജനം പൊട്ടിക്കരയുമായിരുന്നു. സോദരം, ഇപ്പം അങ്ങനെ ഒരു അമ്മച്ചി, എന്തായാലും നിങ്ങൾക്കൊരു ആഗ്രഹം കാണും അമ്മച്ചിയെ കാണാം. പക്ഷെ അമ്മച്ചി പോയി. അപ്പം അമ്മച്ചിയുടെ ഫ്യൂണറലിന് ഞാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം അന്ന് പറഞ്ഞു, ഇനി ചർച്ച അറിയും അമ്മച്ചി പോയതിൻ്റെ ദോഷം. ഈ സത്യം പറഞ്ഞ ഒരു 2-3 മാസം മുമ്പ് ആ ചർച്ചിലൊരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടുത്തെ 2-3 അച്ഛന്മാർ വന്ന് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞത് അച്ചട്ട, അമ്മച്ചി പോയപ്പോൾ ചർച്ചിൽ അതിൻ്റെ വില അറിഞ്ഞു. ഇപ്പം കീബോർഡ് വായിക്കാൻ ആളുണ്ട്, ഡ്രം സെറ്റ് തല്ലിപ്പൊട്ടിക്കാൻ ആളുണ്ട്, നല്ല പാട്ട് പാടാൻ ആളുണ്ട്, പക്ഷെ വേലി കെട്ടി പ്രാർത്ഥിക്കാൻ ആളില്ല. ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷന് 2ാം രാത്രിയാണ്. ഈ ചർച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാര്യം എന്നറിയോ? ചെന്നൈ ദൈവമക്കളുടെ നിലനിൽപ്പ് എന്തുവെന്നറിയോ? പ്രസംഗകരുടെ ബാഹുല്യം കൊണ്ടല്ല, പാട്ടുകാരുടെ ബാഹുല്യം കൊണ്ടല്ല. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ വേലി കെട്ടി പ്രാർത്ഥിക്കാൻ ചിലതൊക്കെ ദൈവ സഭകൾക്കകത്തുള്ളത് കൊണ്ടാണ് സഭകൾ നിലനിന്നു പോകുന്നത്. സ്വതന്ത്രം. പിന്നെ നമ്മൾ വിചാരിക്കുക എന്നാ പൗലോസ് പ്രാർത്ഥിച്ചല്ലോ, എന്താ ഗ്യാപ്പില്ലാതെ, എന്നാൽ ഞാനും തുടങ്ങിയൊക്കെ നടക്കില്ല. അത് പ്രാർത്ഥിക്കാൻ ഒരു വിധവും കൂടെ പറയാം. പൗലോസ് പ്രാർത്ഥിക്കുന്ന മോഡല് എങ്ങനെയാണെന്നുള്ളത് 1:16 വാക്യത്തിൽ പറയാണ്. എങ്ങനെ പ്രാർത്ഥിക്കുക? ഇടവിടാതെ സ്തോത്രം ചെയ്ത്. എങ്ങനെയാണ്? അതൊരു ഒരു നല്ല മോഡലാണ് കേട്ടോ. നമ്മളെക്കാളും നന്നായിട്ട് TPMകാർക്ക് അറിയാം പരിപാടി. എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചുകൊണ്ട്, ഞങ്ങളുടെ യാത്ര പോയപ്പോൾ പറഞ്ഞു, എടാ നിന്റെ മമ്മി എന്തിനാടാ ഓരോ ബ്രേക്ക് നീ ചവിട്ടുമ്പോഴും സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പം അവനറിയാം ഇതിൻ്റെ ബലം എന്തുവാന്ന്. സ്തോത്രത്തിൻ്റെ വില നമുക്കറിയാം അല്ലേ? അപ്പം ഈ സ്തോത്രത്തിൻ്റെ ശക്തി വലുതാന്നേ. അതുകൊണ്ട് യോഗത്തിനിരിക്കുമ്പോൾ ഉറങ്ങരുത്, 10 സ്തോത്രം പറഞ്ഞേക്കണം. ഓരോ സ്തോത്രത്തിനും ബല. അങ്ങനെ കൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ ഒരു വിഷയമില്ലെങ്കിൽ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചോ, അതിനൊരു മഹത്വം ഉണ്ടെന്നേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞങ്ങ് പോവാം, നമ്മുടെ ചിന്തയല്ലാത്തതുകൊണ്ട്. 1:16 പൗലോസ് പറയാണ്, ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. 3-ാം അധ്യായം 15-ാം വാക്യം നിങ്ങൾ നോക്കിയാൽ മതി, അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ എങ്ങനെയാണെന്നറിയാം പ്രാർത്ഥിക്കുന്നത്? പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ഇപ്പം ഒരുമാതിരിപ്പെട്ട പ്രാർത്ഥനയൊന്നും ഞങ്ങൾ കസേരയിൽ നിറങ്ങത്തില്ല, ഇവിടെ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കും. ഒരുമാതിരിപ്പെട്ട പ്രാർത്ഥന. പിന്നെ ഗതിയില്ലാതെ വരുമ്പോഴത്തേന് ഇതങ്ങ് മാറ്റിയിട്ട് മുട്ടുമേലങ്ങ് വീഴും. കാര്യം രക്ഷയില്ലല്ലോ. പിന്നെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടും പിന്നെയും പരിഹാരമില്ലെങ്കിൽ പിന്നെ നെടുമ്പാട് വീഴുകല്ലാതെ എന്താ വെച്ചാൽ മാർഗം? അങ്ങനെ പ്രാർത്ഥിച്ചവരൊക്കെ ഇതിനകത്തില്ലേ? പക്ഷെ എന്തായാലും ഒരു കാര്യം പറയാം, മുട്ടുകുത്തുന്നവൻ വേറെ ആരുടെയും മുമ്പിൽ മുട്ടുകുത്താൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഒരു ഭക്തൻ ഒരിടത്ത് മുട്ടുകുത്തിയപ്പം ഒരു ദേശത്തിനെതിരെയുള്ള മരണരേഖ സ്വർഗം മാറ്റിയെങ്കിൽ, സ്തോത്രം, 3.5 വർഷത്തെ വരൾച്ച ഒരു ഭക്തന്റെ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ മാറിയെങ്കിൽ, മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഭക്തന്റെ മുമ്പിൽ സ്വർഗം ഇറങ്ങിയെങ്കിൽ, ഇന്ന് രാത്രിയിലും വചനം കേൾക്കുന്ന ദൈവപൈതലേ, നെടുമ്പാട് വീഴാൻ കഴിയുമെങ്കിൽ നെടുമ്പാട് വീണ് കരഞ്ഞോണം. ചില അനർത്ഥങ്ങൾ വഴിമാറാൻ മുട്ടുകുത്തി പ്രാർത്ഥനയല്ലാതെ മറ്റൊരു മാർഗമില്ല. സ്വോത്രം. അപ്പം സ്വോത്രം ചെയ്ത് പ്രാർത്ഥിച്ചോണം. പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം? ഇപ്പൊ കോവിഡ് വന്നോണ്ട് എല്ലാവർക്കും കസേര കിട്ടി. അപ്പം പണ്ടൊരു സന്തോഷമായിരുന്നു, ഈ പുൽപ്പായയിലിരുന്ന ഒരു ആരാധന. അപ്പം അതിലേക്കൊക്കെ ഒന്ന് തിരിച്ചു വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞിട്ട് എന്നെ വിമർശിക്കുകയൊന്നും ചെയ്യരുത്. അതെന്തോ പാസ്റ്ററെ കസേര ഇരുന്ന് പ്രാർത്ഥിച്ചാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ കസേരയൊക്കെ മാറുന്നൊരു ദിവസം വരും.
അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പേ നമ്മൾ മുട്ടുമേലിരുന്നങ്ങ് പ്രാർത്ഥിക്കുന്ന നല്ല കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുക. അപ്പം മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഇനി നല്ലൊരു പ്രാർത്ഥനയുടെ മോഡൽ ഞാൻ പറയാം. 6:18 സകല പ്രാർത്ഥനയിലും യാചനയിലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച്. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? ആത്മാവിൽ പ്രാർത്ഥിച്ച് മടുക്കാതെ പ്രാർത്ഥിക്കാനുള്ളൊരു വിധമാണ് പറയുന്നത്. പൗലോസ് പറഞ്ഞു, ഞാൻ ബുദ്ധിയിൽ പ്രാർത്ഥിക്കും. ബുദ്ധിയിൽ പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമല്ല. ഇവിടെ രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആത്മാവിലൊന്നും കയറി പ്രാർത്ഥിച്ചു കളയരുത്, കാരണം ഇവിടെ നിർത്തണമല്ലോ. പക്ഷേ ആത്മാവിലുള്ള പ്രാർത്ഥന വേറെയാ, അത് പറഞ്ഞുതരാം. ആത്മാവിലുള്ള പ്രാർത്ഥന പൗലോസ് പറഞ്ഞു, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? ഏത് നേരത്തിലും ഞാൻ ബുദ്ധിയിലും പ്രാർത്ഥിക്കും, പിന്നെ ഞാൻ ആത്മാവിലും. ആത്മാവിലുള്ള പ്രാർത്ഥന ഒരു യുദ്ധമാണ്. ആത്മാവിലുള്ള പ്രാർത്ഥന തമാശയാന്ന് കരുതരുത്. ആത്മാവിലുള്ള പ്രാർത്ഥന ഒരു യുദ്ധമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിയോഗമുള്ള പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യാം. പിന്നെ അതുകൊണ്ടാണ് ഈ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന സത്യം പറഞ്ഞാൽ ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു നല്ല ഉദാഹരണമാണ്. വാക്യം നിങ്ങൾക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 16:25-26. ആ വാക്യം വായിക്കണ്ട, ഞാനൊന്ന് പറയാം. അവിടെ ഇരിക്കുന്നത് ഇങ്ങനെ, അർദ്ധരാത്രിയിൽ അവർ പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചെന്നും പറഞ്ഞു. അങ്ങനെ ആ വാക്യം അങ്ങനല്ലേ വാക്യം എങ്ങനെ? അവർ അർദ്ധരാത്രിയിൽ. അപ്പം ഇനി നല്ലൊരു ഉദാഹരണം പറയാം. ഈ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ബെസ്റ്റ് സമയം എപ്പോഴാണെന്നറിയോ? അർദ്ധരാത്രിയിലാണ്. ആരും ശല്യമില്ലല്ലോ, പിള്ളേരും വന്ന് ശല്യപ്പെടുത്തത്തില്ല, ആരുമില്ല. രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് കരയണമെന്നേ. സ്വോത്രം. അതിൻ്റെയൊക്കെ നേട്ടം അനുഭവിച്ചവരല്ലേ ഇവിടെ. ഇപ്പം ഞങ്ങളതിൻ്റെ തിയറി പ്രസംഗിക്കും, പക്ഷെ പ്രായോഗികത കാണിച്ചത് അപ്പച്ചന്മാരും അമ്മച്ചുമാരുമാണ്. ഇപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, രാത്രി 12 മണിക്ക് ഉണരുമ്പം അമ്മ അപ്പുറത്ത് കിടന്ന് കരയാണ്. ആ ഭക്ഷണമില്ലാഞ്ഞിട്ട് കരയുക, ആഹാരമില്ലാഞ്ഞിട്ട് കരയുക അല്ല, എനിക്ക് വേണ്ടി കരയാണ്, എനിക്ക് വേണ്ടി നിലവിളിക്കണം. അങ്ങനെ കരഞ്ഞ നിലവിളിയുടെ ഫലമാണ് ഞാൻ. സ്വോത്രം. അപ്പോൾ പ്രാർത്ഥിക്കാൻ ബെസ്റ്റ് സമയം എപ്പോഴാണെന്നറിയാം? അർദ്ധരാത്രി. അത് രാവിലെ പ്രാർത്ഥിച്ചാൽ കേൾക്കത്തില്ലേ? ഞാൻ ചോദിക്കാറുണ്ട്, ഈ ആഹാരം കഴിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ ഉപവാസത്തിൻ്റെ പ്രസക്തി എന്താ? പണ്ടത്തെ കാലത്തൊന്നും ഇല്ലാഞ്ഞിട്ടിരിക്കുന്നതെന്ന് പറയാം, പക്ഷെ ഇന്നോ എല്ലാം ഉണ്ടായിട്ട് ആഹാരം മാറ്റി വെച്ചൊന്ന് കരഞ്ഞു നോക്ക്, അതിന് ദൈവം പ്രത്യേക മാർക്ക് തരും. ഇപ്പം രാത്രി കിടന്ന് സുഖമായിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങുന്ന സമയമാണ്, പക്ഷെ ആ ഉറക്കം മാറ്റിവെച്ച് ഉറക്കത്തെ ബലി കഴിച്ചിട്ട് രാത്രി ഒന്ന് നെടുമ്പാട് വീണ് നോക്കൂ. ഏത് വിഷയത്തിനും പരിഹാരമാണ്, ഏത് വിഷയത്തിനും മറുപടിയാ. ഈ കൺവെൻഷനാണെന്നും പറഞ്ഞ് ആരും ഇതിനകത്ത് ഇരിക്കരുത്. പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ പ്രതികരിച്ചോണം. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ കരയുന്ന ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പ്രാർത്ഥന ഇല്ല, ഇന്ന് കണ്ണീര് വറ്റി, ഇന്ന് നിലവിളി വറ്റി. പക്ഷെ ദൈവാത്മാവ് ഇന്ന് രാത്രി തിരിച്ചു കൊണ്ടുവരിക. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഒരു നിയോഗത്തിലേക്ക്, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഒരു തലത്തിലേക്ക് ചിലരെ സ്വർഗം പുറത്തു കൊണ്ടുവരിക. ആത്മാവിൽ പ്രതികരിക്കുന്നവർക്കായിട്ട് സ്തോത്രം. ഈ മോഡൽ അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും? പിന്നെങ്ങനെ? നിങ്ങൾ പറഞ്ഞേ, മുട്ടുകുത്തി പ്രാർത്ഥിക്കും, പിന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കും. ഒരു മാർഗം കൂടെ പറയാം. ഫിലിപ്പിയ ലേഖനം 1:3 ഒന്ന് വായിച്ചോ. സകല പ്രാർത്ഥനയിൽ എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്? അല്ല, അതങ്ങനെ ആ വാക്യം മതി. സന്തോഷത്തോടെ. പുള്ളി എവിടെ കിടക്കുവാന്നറിയാം? പുള്ളി എവിടെ കിടക്കുക? നമുക്ക് അപ്പുറത്തെ ചേച്ചി വല്ലതും പറഞ്ഞാൽ മതി, നമ്മുടെ പ്രാർത്ഥന പോകും. അപ്പുറത്തെ ചേച്ചി എന്തേലും പറഞ്ഞാൽ മതി, പ്രാർത്ഥന പോകും. പക്ഷേ കാരാഗ്രഹത്തിനകത്ത് കിടന്നിട്ട് ഈ പുള്ളി പറയാണ്, ഞാൻ ഇവിടെ കിടന്നും പ്രാർത്ഥിക്കുന്നത് പരാതിയുടെ ഭാണ്ഡക്കെട്ടഴിച്ച്, കുറച്ച് പരിഭവങ്ങൾ പറഞ്ഞ്, ഉള്ള വെറുവെറുപ്പ് മൊത്തവും ചെയ്ത്, ദൈവത്തെ കുറ്റം പറഞ്ഞുള്ള പ്രാർത്ഥനയല്ല. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും എൻ്റെ പ്രാർത്ഥന സന്തോഷത്തോടാണ്. സ്വോത്രം. ഈ പൗലോസിനൊക്കെ കണ്ടുപഠിക്കണം. കാര്യം ഈ പുള്ളി അകത്താക്കിയത് ഇവൻ ആത്മാക്കളെ നേടുന്നു, ഇവൻ ലേഖനം എഴുതുന്നെന്നും പറഞ്ഞാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ അകത്തോട്ടാക്കിയത് തന്നെ കഷ്ടകാലമായി. അവിടെ വരുന്നവൻ രക്ഷിക്കപ്പെടുക. ഏതാ? കാരാഗ്രഹത്തിന് അകത്തോട്ട് വരുന്നവനെ രക്ഷിക്കപ്പെടുക. അവിടെ ഇരുന്ന് എഴുതുകയാണ് എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലോമൻ. ഇവനെ എങ്ങനെ ഒതുക്കാൻ പറ്റും? എന്നാൽ പിന്നെ ആരാധനയ്ക്ക് ഒന്ന് ഒതുക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ എൻ്റെ മനസ്സിലൊരു ചിന്ത എന്നറിയാം. സത്യം പറഞ്ഞാൽ ഇവനെ ആമത്തിലിട്ട് പൂട്ടിയത് നന്നായി. ഈ ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ വെച്ച് ഇവനെ ആമത്തിലിട്ട് പൂട്ടിയത് കാര്യം. ഇല്ലെങ്കിൽ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചാണ്. അപ്പം പിന്നെ കൈയടിച്ച് ആരാധിക്കാൻ പറ്റും? അതെന്നാ? കയ്യെ ചങ്ങല ഇട്ടിരിക്കുക. അപ്പം പുള്ളി നോക്കിയപ്പോൾ കാലയില ആമം, അപ്പോൾ അതുകൊണ്ട് തുള്ളിച്ചാടാനും പറ്റത്തില്ല. കയ്യെ ചങ്ങല, അപ്പം ശരീരം മൊത്തം അടിച്ച് ശരിയാക്കി വെച്ചിരിക്കുക. അപ്പം പുള്ളി നോക്കിയപ്പോൾ ആകെ കുഴപ്പമില്ലാത്ത നാവ. അപ്പം നാവ് അങ്ങോട്ട് തുറന്നു. സത്യം പറഞ്ഞാൽ ബന്ധനം കൂടിയെന്നല്ല, ബന്ധനം അഴിഞ്ഞു, കെട്ടുപൊട്ടി, സകല വിഷയത്തിനും പരിഹാരമായി. സ്വോത്രം. അപ്പൊ അതുകൊണ്ടേ ഇന്ന് കൈ ഉയർത്താൻ പറ്റുമല്ലോ എല്ലാവർക്കും, അല്ലേ? പറ്റുമല്ലോ. ആരും അങ്ങനെയുള്ള പ്രശ്നമില്ലല്ലോ, കൈ പൊക്കാൻ ഉയർത്താൻ. ചിരിയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങ് പൊക്കിയേക്കണമെന്നേ.
കാല് നിലത്തുറപ്പിച്ച് ആരും വീൽ ചെയറിലൊന്നും വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. മര്യാദയ്ക്കാ കയറി വന്നേ. പക്ഷെ ഒരു കാര്യം ഓർത്തോണേ, എത്ര നാളിങ്ങനെ പറ്റുമെന്നറിയില്ല. സ്തോത്രം. അത് ഭക്തനായാലും ഭക്തയായാലും കുറേ കാലം കഴിയുമ്പം ചിലപ്പം വെന്റിലേറ്ററിലൊക്കെ ആകാം. സ്തോത്രം. ഞങ്ങൾ ഈ ദേവദാസന്മാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങൾ ഈ വയനാട് ഈ ദുരന്തം പ്രദേശത്ത് പോയപ്പം ഒരു സഹോദരി ഞങ്ങളെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ താഴെ ചെന്നിട്ട് ഞങ്ങൾ ഈ ഇതെല്ലാം കൊടുത്തപ്പോൾ ഞങ്ങളോട് പറയാണ്, ഇതൊക്കെ കൊണ്ടുവച്ചത് കൊള്ളാം, പക്ഷെ എങ്ങനെയാണ് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുക? ഇപ്പം ഞാൻ വിചാരിച്ച് വീട് പോയോണ്ട് വല്ലതും. അല്ല, എന്നോട് പറയും ഭർത്താവ് പോയി, അമ്മ പോയി, ആങ്ങളയുണ്ട്, ആങ്ങളയുടെ ഭാര്യയും കിട്ടി, 3 പിള്ളേരും പോയി. ഞാൻ ചോദിച്ചോട്ടെ, ദൈവവൈതലൊന്നും അല്ല, അവിടെ നിൽക്കട്ടെ. എന്നാലും ഞാൻ പറയാണ്, ആ ദുഃഖം നമ്മുടെ കുടുംബത്തിൽ വന്നില്ലല്ലോ. സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കര ഉയർത്തിക്കൊള്ളാൻ പറഞ്ഞില്ല. എന്നാ കാര്യം എന്നറിയോ? നമ്മൾ കര ഉയർത്തുമ്പോഴും പലരും വെന്റിലേറ്ററല്ല, കൈ കെട്ടിയിട്ടിരിക്കുകയാണ്, കാല് കെട്ടിയിട്ടിരിക്കുകയാണ്, അതരം ചലിപ്പിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇവിടെ ഇരുന്ന് കൈ ഉയർത്താനും കൈയടിക്കാനും അതരം ചലിപ്പിക്കാനും നൃത്തം ചെയ്ത ദൈവത്തെ ആരാധിക്കാനും കർത്താവ് കൃപ തന്നിട്ടുണ്ടെങ്കിൽ ആരാധിക്കാൻ എന്തിനാ മടി? ഈ കൺവെൻഷന് 2ാം രാത്രി ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ അകത്ത് ചലിക്കുന്നുണ്ടെങ്കിൽ അധരം പൂട്ടി ഇരിക്കരുത്. കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ കരങ്ങളെ അടിച്ച് കർത്താവിനെ ആരാധിക്കാം. നമുക്ക് ബലം നൽകിയ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അവനൊപ്പം പറയാൻ ഒരാളില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. സോദര സോദര, പൗലോസ് അതുകൊണ്ടാണ് ഈ ലേഖനം എഴുതുമ്പോഴൊക്കെ പറയുന്നേ, എൻ്റെ പുറമേയുള്ള മനുഷ്യനെ അടിക്കാം, പുറമേയുള്ള മനുഷ്യനെ ചങ്ങലക്കിടാം, പുറമേയുള്ള മനുഷ്യനെ ആമത്തിലിടാം. പൗലോസ് പറയാണ്, ഞാൻ എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിക്കും. ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം നിർത്തുക. ഇനി പൗലോസ് പ്രാർത്ഥിക്കുന്ന 5 വിഷയങ്ങളുണ്ട്. 5 വിഷയങ്ങൾ നമ്മൾ പെട്ടെന്നൊന്ന് ചിന്തിച്ചിട്ട് എൻ്റെ കറക്റ്റ് സമയം എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ഞാൻ നിർത്തും. സ്തോത്രം. പൗലോസ് പ്രാർത്ഥിക്കുന്ന 5 കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ബൈബിളൊന്ന് നോക്കിയേ. പോൾ കോർപ്പറേഷൻ പാസ്റ്റർ പ്രസംഗിക്കുമ്പോഴൊക്കെ ആദ്യം നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് വായിക്കാൻ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. അത് നല്ലൊരു കാര്യമാണ്. അപ്പം 5 കാര്യങ്ങൾ നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാം. 17ാം വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും. ഇനി നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ശ്രദ്ധിക്കണേ, ദൈവാത്മാവിനൊരു പേര് പറയാണ്. എന്നാണെന്നറിയാമോ? ഇത് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ. അപ്പൊ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, എല്ലാ ദൈവമൊക്കെ ഇത് കിട്ടണം. ഏതാണ്? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ. എന്തിനാണെന്നറിയാമോ? അവരുടെ ദൈവത്തെ അവർക്കൊന്നറിയാൻ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്നറിയാം, കാറ് കിട്ടിയതല്ല, വീട് കിട്ടിയതല്ല, കാശ് കിട്ടിയതല്ല, ഈ സത്യ ദൈവത്തെ അറിയാൻ നമുക്ക് ഭാഗ്യം കിട്ടിയതാണ്. യേശു ഹൃദയത്തിൽ വന്നു എന്നുള്ളത് ചെറിയ കാര്യമാണോ? ഫിലിപ്പോസ് വന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. അപ്പൊ കർത്താവ് പറഞ്ഞു, എടാ എന്നാ പൊട്ട ചോദ്യമാടാ നീ ചോദിച്ച, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നിട്ട് കർത്താവ് തന്നെ പറഞ്ഞു, താഴോട്ട് പറഞ്ഞപ്പം, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവൻ, അതൊരു വലിയ വെളിപ്പാടുണ്ട്. യഥാർത്ഥത്തിൽ കർത്താവ് ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്നാ പറയുന്നത്? അപ്പൊ പലരും പല ഉത്തരം പറഞ്ഞപ്പോൾ പത്രോസ് മുമ്പോട്ട് നീങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ പറയാം നീ ആരാന്ന്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അത് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, എടാ നിനക്കിത് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല, മറിച്ച് ദൈവമാണ് നിനക്ക് വെളിപ്പെടുത്തിയത്. എന്നിട്ട് പറഞ്ഞു, നീ അഴിക്കുന്നത് അഴിഞ്ഞിരിക്കും, നീ കെട്ടുന്നത് കെട്ടപ്പെട്ടിരിക്കും. വേറെ ആർക്കും കിട്ടാത്ത ഈ അധികാരം എന്തിനാ പത്രോസിന് കിട്ടിയത്? ഉത്തരം, അവൻ യഥാർത്ഥ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടി. സ്വോത്രം. ഇനി ശ്രദ്ധിക്കണേ, സത്യം പറഞ്ഞാൽ നമ്മൾ പെന്തക്കോസ്തുകാരൊക്കെ ആണെങ്കിലും ഈ വെളിപ്പാടില്ലെങ്കിൽ പോക്കാ. എന്നാൽ യഥാർത്ഥ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടിയാൽ നമ്മൾ തൊട്ടാലും രോഗി സൗഖ്യമാവും.
ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ എവിടെ ചെന്നാലും ഇപ്പോൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ കാര്യം എന്തെന്നറിയാം, ദൈവം എന്നെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇന്നലെ ബിനോയ് പാസ്റ്റർ ഞാനൊരു സംഭവം പറഞ്ഞു. ഞങ്ങളിങ്ങനെ അടൂര് ഒരു കൺവെൻഷൻ നടക്കുകയാണ്, യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് കൺവെൻഷനാണ്. അപ്പം ഈ അടൂർ ഭാഗങ്ങളൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ആ സ്ഥലം മനസ്സിലാവും. അപ്പം നമ്മൾ ഈ അടൂരിന് ഇങ്ങോട്ട് വരുമ്പോൾ കായംകുളം ഭാഗത്തേക്ക് തിരിയുമ്പോൾ ഇടതുവശത്ത് ഒരു പെട്രോൾ പമ്പുണ്ട്. ഇതിന് ബാക്ക് സൈഡിൽ ഒരു കൺവെൻഷൻ നടക്കാറുണ്ട് എല്ലാ വർഷവും, ഒരു വലിയ കൺവെൻഷനാണ്. അപ്പോൾ ഈ കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കുകയാണ്. പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, രോഗികളുണ്ടെങ്കിൽ വരാം, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. കുറേ പേര് വന്നു, പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ കാണാം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ആസ്വാദം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ നടന്ന് കയറി വരികയാണ്. ഇതുപോലെ പാസ്റ്ററുടെ തലത്തിൽ നിന്ന് വന്ന പോലൊരു ആളാന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ. അപ്പം കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് കണ്ണങ്ങ് നിറഞ്ഞൊഴുകുക. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ എന്തോ വിഷയം? അപ്പം എന്നോട് പറഞ്ഞു, പാസ്റ്ററേ ഒരു സംഭവം പറയാനുണ്ട്. ഇദ്ദേഹത്തിന് 2 കാലിലും അതിവേദനയാണ്. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഡയഗ്നോസ് ചെയ്തു, ആകെ വിഷയമാണ്. അങ്ങനെ ചെക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഓപ്പറേഷൻ പോലും റിസ്ക്കാണ്. ആ ഒരു സാഹചര്യത്തിലൂടെ ഈ മനുഷ്യൻ കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് വരുന്നത്. പന്തളത്തോ ഇതിനപ്പുറത്ത് കണ്ട അദ്ദേഹം വീട്, കുളനടയം കണ്ട അദ്ദേഹത്തിന് വീട്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ അടൂർ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയാണ്. പെട്രോൾ അടിക്കാൻ കയറിയപ്പോഴാണ് ഈ ദൈവശബ്ദം ഇങ്ങനെ നെഞ്ചത്തോട് ഇടിച്ചങ്ങ് കയറി. അപ്പോൾ ഇദ്ദേഹം ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് പറഞ്ഞ് വണ്ടി സൈഡിലോട് നിർത്താൻ പറഞ്ഞു, പ്രസംഗം കേട്ടു. അപ്പം വണ്ടി സൈഡിലോട് നിർത്തി കൊടുത്തു. അപ്പോൾ ഈ പ്രസംഗം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അവസാനം ഇദ്ദേഹത്തിന് ഇതൊന്നും അറിയത്തില്ല. ഇദ്ദേഹത്തിന് യേശുവിനെ കുറിച്ച് കേട്ടിടുന്നുള്ളതല്ലാതെ ബൈബിൾ പോലും വായിച്ചിട്ടില്ല. അപ്പോഴാണ് കർത്താവ് സൗഖ്യമാക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്. അവസാനം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പുള്ളി വണ്ടിക്കകത്തിരുന്ന് മുമ്പോട്ട് വരാനുള്ള കഴിവൊന്നുമില്ല, കാരണം നടക്കാൻ വയ്യാന്നേ, അങ്ങനെ നടന്നു വരുന്നത് എങ്ങനെയാണ്. അപ്പോൾ ആ കാറയിൽ ഇരുന്നിട്ട് പുള്ളി കൈ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങ് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഈ ആമേനും ദൈവത്തിന് സ്തോത്രം ഒന്നും പറയാൻ അറിയാത്ത ആളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കാണാം കാലിനകത്തോട് പെട്ടെന്നില്ലേ വളരെ എന്തോ കാലിനകത്തൊരു വലിയൊരു ഫീലിംഗ് തോന്നി. അപ്പോൾ നോക്കിയപ്പോൾ കാണാൻ കാലൊക്കെ ചലിക്കുന്നതന്നെ, ഒരു കുഴപ്പമില്ലാതെ. ഒരു 300 മീറ്റർ കാണും. ഈ മനുഷ്യനുണ്ടല്ലോ, അകത്ത് ഈ ഗ്രൗണ്ട് ആയതുകൊണ്ട് വണ്ടി കയറ്റാൻ പറ്റത്തില്ല, നടന്നുകൊണ്ട് കയറി ഇഞ്ഞ് വന്നു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, കരഞ്ഞോണ്ടാ പറയുന്നേ, സാക്ഷിയൊന്നും പറയാൻ അറിയത്തില്ല, കരഞ്ഞോണ്ടാ പറയുന്നത്, എൻ്റെ പാസ്റ്ററെ പ്രസംഗം കേട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ, പക്ഷെ എൻ്റെ കാലയിൽ നിങ്ങൾ പറഞ്ഞ കർത്താവ് തൊട്ടു, എന്നെ കർത്താവ് സൗഖ്യമാക്കി. എന്നെ പ്രസംഗിച്ച എൻ്റെ ഗുണമാണോ? അല്ലല്ല, മറിച്ച് എന്നറിയോ, ദൈവപുത്രനെ എവിടെ ഉയർത്തിയാലും, യഥാർത്ഥ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് എവിടെ ഉയർന്നാലും അവിടെ ദൈവപ്രവൃത്തി നടന്നിരിക്കും. ഇന്ന് ഈ രാത്രിയിലും ഞങ്ങൾക്ക് ഉയർത്താൻ വേറെ ആരുമില്ല. ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് പാർശ്വ പ്രസംഗിച്ചാലും വേറെ ആരെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്? ദൈവപുത്രനായ ക്രിസ്തുവിനെ ഇവിടെ ഉയർത്തുക. ഇവിടെ ഉയർത്തുന്ന സമയത്ത് രോഗത്തിന്റെ കെട്ടഴിയും. എത്ര വലിയ ഭാരമേറിയ വിഷയമായാലും തമ്പുരാൻ ഒറ്റ നിമിഷം വരെ പൊട്ടിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ഈ ഹോളിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവര് ആത്മാവിൽ ഈ ദൂതേറ്റെടുക്കട്ടെ. സോദര ഈ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കിട്ടിയിട്ട് യഥാർത്ഥ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടണം. എന്നിട്ട് പൗലോസ് പറഞ്ഞ അടുത്ത കാര്യം, നമുക്കൊന്ന് മുമ്പോട്ട് പോവാം. അവന്റെ ഇതിൽ പറയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അല്ലേ? ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നമ്മളെല്ലാവരും ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നവർ. അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്താം. ഇല്ലയോ? രക്ഷിക്കപ്പെട്ടവരില്ലേ എന്നത്? അല്ല, ഹൃദയം തുറന്ന് കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നവരുന്ന കൈവൊക്കെ എന്ന് കാണാനാ. അതൊരു സന്തോഷം. രക്ഷിക്കപ്പെട്ടവരെ കാണുന്നൊരു സന്തോഷമല്ലേ? അപ്പൊ ഇതുവരെ ആരെങ്കിലും തുറന്നിട്ടില്ലെങ്കിൽ ഇത് ബെസ്റ്റ് അവസരം. കാര്യം നാളെ ഉണ്ടാവുമെന്ന് അറിയാവോ അച്ഛാ? നാളെ ഉണ്ടാവുമെന്ന് അറിയാവോ? സത്യം പറഞ്ഞാൽ രക്ഷപ്പെടാൻ 10 മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ദൈവദാസൻ ഇങ്ങോട്ട് വരികയില്ല. കാര്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കും, രക്ഷപ്പെടാൻ അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, ഇവിടെ പോ. പക്ഷെ നമുക്ക് അങ്ങനെ ഇല്ല. ഒറ്റ മാർഗമേ ഉള്ളൂ. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് ഏകമാർഗം, അത് ക്രിസ്തു. ക്രിസ്തുവിലൂടെ അല്ലാതെ മനുഷ്യന് വിമോചനം ഇല്ല. ഇതാണ് പച്ചയായ സുവിശേഷം. അത് തല തല്ലിപ്പറിച്ചാലും മുട്ടുകാല് തല്ലി ഓടിച്ചാലും ഇനി ഞങ്ങളെ പേപ്പട്ടി പോലെ പായിച്ചാലും ഏത് കവലയിലും ഏത് കൺവെൻഷനിലും ഏത് മാസയോഗത്തിലും ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ ഒറ്റ സന്ദേശം, യേശുവല്ലാതെ രക്ഷയ്ക്ക് മറ്റൊരു മാർഗമില്ല. അപ്പൊ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നത് കൊണ്ടാണ് ഈ പരുവത്തിലൊക്കെ വന്നിരിക്കുന്നത്. അതൊരു സന്തോഷം. പക്ഷെ പൗലോസ് പറയാണ്, ഹൃദയക്കണ്ണ് തുറന്നതാ 40 വർഷം മുമ്പ് എന്നും പറഞ്ഞിരിക്കല്ലേ. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണെന്നറിയാം? കത്തണമെന്നാണ്. കത്തണം. ഹൃദയത്തിന്റെ കണ്ണെന്ത് ചെയ്യണം? കത്തണം. അപ്പം ഇതിനകത്ത് തന്നെ
ഹൃദയദൃഷ്ടി തുറന്നെന്ന് പറഞ്ഞ പല ആൾക്കാരിനകത്തും പല വകുപ്പും ഉണ്ടെന്ന് അതിനർത്ഥം. ലവോദിക്ക സഭയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ കുരുടനാണ്, നീ ആരാണ്? അപ്പം ഇതിനിടയിൽ ആരുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണ് കാണിയല്ല. അപ്പോൾ ലവോദിക്ക സഭയുടെ പ്രശ്നം നിങ്ങൾക്ക് അറിയാലോ, എന്തുവാ? ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാണ്. അപ്പം അതിൻ്റെ അർത്ഥം ലോകവും വേണം, ദൈവവും വേണം. ആ ഐറ്റം അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. അപ്പം അങ്ങനെയുള്ളവനെ കണ്ടിട്ട് ലോകം പറയുന്നത് അയ്യോ നല്ല മനുഷ്യൻ, പക്ഷെ കർത്താവ് പറയുന്നത് ഇവൻ പൊട്ടനാണ്, ഇവൻ കണ്ണ് കാണാത്തവനാണ്, ഇവൻ കുരുടനാണ്. അത് കർത്താവ് പറയുന്ന കാര്യം, ഞാൻ പറയുന്ന കാര്യമല്ല. സോ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ തൻ്റെ ഇടത്തോടെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കേണ്ടവരാ, തൻ്റെ ഇടത്തോടെ പെന്തക്കോസ്ത് വിശ്വാസത്തിന് വേണ്ടി നിൽക്കേണ്ടവരാ. സോദരം, നമുക്ക് കോംപ്രമൈസ് ഇല്ല. സോദരം, ഇപ്പം നമ്മൾ യോഗം നടന്നുകൊണ്ടിരിക്കുക, 10 സുവിശേഷ വിരോധികൾ കൊണ്ട് കയറിയിട്ട് കത്താളെടുത്ത് അല്ലെ കത്തിയെടുത്ത് കഴുത്തിലോട്ട് വെച്ചിട്ട് കർത്താവിനെ ത്യജിക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ വേണ്ടെന്ന് പറയുന്നവരുടെ കൈവക്കി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് കള്ളമാണ്, നല്ല സത്യമാണ്. അങ്ങനൊന്നും ആരും കർത്താവിനെ ത്യജിക്കത്തില്ല, അങ്ങനൊന്നും ആരും കർത്താവിനെ കളയത്തില്ല. അങ്ങനെ ആയിരുന്നു എത്രയോ പേര് പോയേനെ. കത്തിക്കുന്നവരെ കത്തിക്കട്ടാ എന്ന് പറഞ്ഞ് നിൽക്കും, അതൊക്കെ അങ്ങനെ തന്നെ. അങ്ങനൊന്നും പേടിയൊന്നും ഇല്ല ആർക്കും. പക്ഷേ ഈ വീഴിക്കുന്നത് കോംപ്രമൈസിലാണ്, മനസ്സിലായോ? ഇപ്പം എൻ്റെ ഈ മൈക്കിരിക്കുകയാണ്, ഇത് നിങ്ങളുടെ ഈ കിട്ടാൻ വേണ്ടി 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്ന് വന്ന് തട്ടിപ്പറിക്കുക, തട്ടിപ്പറിച്ച് തരത്തില്ലെന്നേ, ഞാൻ തരത്തില്ല. നിങ്ങൾ എടുക്കുന്ന ബലത്തിൻ്റെ ഇരട്ടി ബലം ഞാൻ എടുക്കും തിരിച്ച്. പിന്നെ ഒരു മാർഗ്ഗമുണ്ട്, അടുത്ത് വന്നിട്ട് അച്ചാച്ചോ എന്തോ ഉണ്ട് അച്ഛാ വിശേഷം, അല്ലെങ്കിൽ മോനെ പൊന്നു മോനെ എന്തോ ഉണ്ടടാ വിശേഷം എന്നൊക്കെ പറഞ്ഞ് എന്നെ സോപ്പിട്ട് മേടിച്ചോണ്ട് പോകും. അന്നേരം ചിലപ്പോൾ കിട്ടും. ഇത് പലതും സോപ്പിട്ടിട്ട് മേടിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുക, പല മൂല്യങ്ങളും പോയി എന്ന് പറഞ്ഞാൽ ലോകവും ഉണ്ട്, ദൈവവും ഉണ്ട്. ആ പരുവത്തിൽ പോന്ന പല കുരുടന്മാരും ദൈവസഭകൾക്കകത്ത് സ്ഥാനം പിടിച്ചിരിക്കുമ്പോൾ പൗലോസ് പറയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചേ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. പിന്നെ വേറൊരു ഭാഷ പറയുന്നുണ്ട്, ഹസ്രദൃഷ്ടിയുള്ളവർ എന്ന് പറഞ്ഞാൽ അടുത്തുള്ളതൊക്കെ കാണും. അടുത്തുള്ളതൊക്കെ ആ രോഗമായിരുന്നു ഏലിക്ക്. ഏലിയുടെ കാഴ്ച മങ്ങിയിരുന്നു. കാഴ്ച ഉണ്ടോയെന്ന് ചോദിച്ചാൽ പറയാം കുരുടനാണ്, കാഴ്ച ഇല്ലെന്ന് പറഞ്ഞാൽ പറയാം കുരുടനാണ്. അപ്പം കാഴ്ച ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ അതുകൊണ്ട് ഇവനെ ഒരു പേരും വിളിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവനൊരു പേര് കൊടുത്ത ഹസ്രദൃഷ്ടിയുള്ളവൻ എന്ന് പറഞ്ഞാൽ അടുത്തുള്ളതൊക്കെ കാണും, ദൂരെ ഉള്ളതൊന്നും പുള്ളി. പക്ഷെ അതുകൊണ്ട് സംഭവിച്ച അപകടം എന്നാണെന്നറിയാം, പിള്ളേരങ്ങ് പോയി. സ്തോത്രം. ഇത് കൺവെൻഷൻ യോഗമാണ്. 65 വയസ്സുകാരുടെ മാത്രമല്ല സഭ, താണ്ട് ഈ ഇരിക്കുന്ന കുഞ്ഞിൻ്റെയും കൂടെ, ഇവരെയും കൂടെ കാണാൻ കണ്ണ് വേണം. ആയിരിക്കുന്ന മോഡയാ ദൈവസഭ. ഇത് കാണാനുള്ള കാഴ്ച ഇല്ലെങ്കിൽ, തലമുറയുടെ മേലൊരു കണ്ണില്ലെങ്കിൽ തലമുറ പോവും. പാശ്ചാത്യ ലോകത്ത് സംഭവിച്ച അപകടം തമിഴ്നാട് IPCയിൽ സംഭവിക്കരുത്, ഇവിടെയുള്ള പെന്തക്കോസ്ത് സഭകളിൽ സംഭവിക്കാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. 30 വർഷം കഴിഞ്ഞാലും ഇവിടെ ഇരുന്ന് അന്യഭാഷ പറയാൻ പിള്ളേര് വേണമെന്നേ. സഹോദരം, ഞാനീ പറയാറുണ്ട്, ഈ ഇന്ന് രാവിലെ ഞാൻ 2 സഹോദരിമാരുടെ കാര്യം പറഞ്ഞു. ഈ ശൂന്യമിലെ സ്ത്രീയെക്കുറിച്ചും പിന്നെ പ്രവാചക ശിഷ്യന്റെ ഭാര്യയെക്കുറിച്ചും. 2 പേരുടെയും ഗുണം എന്നാണെന്നറിയാം, വലിയ കഴിവൊന്നും പറയാനില്ലെങ്കിലും സ്വന്തം പിള്ളേരെ കിട്ടി. കടക്കാർ വന്ന് റാഞ്ചിക്കൊണ്ട് പോകുന്നു പറഞ്ഞപ്പോഴും സഹോദരി ഒറ്റ നിലവിളി, അങ്ങനൊന്നും ഞാൻ വിടത്തില്ല. ശൂന്യമിലെ സഹോദരി ഉണ്ടല്ലോ, കൊച്ചു മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് കയറി അങ്ങ് നിന്നു. അങ്ങനെ ദൈവം തന്നതല്ലേ, എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, മരിച്ചതിനെ തിരിച്ചു പിടിച്ചു. പക്ഷേ ഈ ബൈബിളിൽ കുറേ വിശുദ്ധന്മാരുണ്ട്, അവർ വിശുദ്ധന്മാരല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഹതഭാഗ്യരാ. ഒന്ന് യാക്കോബ്, നല്ല മനുഷ്യനായിരുന്നു, അവൻ്റെ പേരിലാണ് ഇസ്രായേൽ എന്ന പേര് പോലും വന്നത്. പക്ഷെ പിള്ളേരെന്തി? പിള്ളേരെ പലതിനും കിട്ടിയോ? ഇല്ല. ഏലി നമ്മൾ വിചാരിക്കും തീവ്രവാദിയാണ്, അയ്യോ ഒരു പഞ്ചഭാവമായിരുന്നു ഏലി എന്ന് പറഞ്ഞ പുരോഹിതൻ. പക്ഷെ പിള്ളേരെ കിട്ടിയോ? അല്ല പറഞ്ഞേ, കിട്ടിയില്ല. സ്വതം ദാവീദാരായിരുന്നു, എ മാൻ ആഫ്റ്റർ ഹിസ് ഓൺ ഹാർട്ട്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. പക്ഷെ അബ്ശാലോം എന്ത് ചെയ്യേ? ശലോമോൻ എന്ത് ചെയ്യേ? കിട്ടിയോ? കിട്ടിയില്ല. എന്നാൽ ഏലി പോയതിന്റെ പകരം ദൈവം തിരഞ്ഞെടുത്ത ആളാണ് ആര്? ശമൂവേല്. പക്ഷെ ശമൂവേല് നല്ല മനുഷ്യൻ, ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രഭ. പക്ഷെ പിള്ളേരെന്ത് ചെയ്യും? അതെ, നമ്മൾ വിചാരിക്കും ഇവരുടെ കുഴപ്പമല്ല, ഇവരുടെ കുഴപ്പമാണെന്നേ. കാരണം ശമൂവേലിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ തൊട്ട് വൈകിട്ട് വരെയും തിരക്കാണ്. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നു, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുന്നു, നാട്ടുകാരുടെ കുഴപ്പങ്ങളെല്ലാം ശരിയാക്കുന്നു, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ശരിയാക്കുന്നു. പുള്ളി ന്യായപാലനം കൂടാണ്. എല്ലാവരും ശരിയാക്കുന്നതിനിടയിൽ സ്വന്തം പിള്ളേരെ ശരിയാക്കാൻ മറന്നുപോയി. നിൽക്കുന്ന നിപ്പില് നിൽക്കുന്ന ഇടത്ത് മണ്ണൊലിച്ചു പോയിട്ട് ആരെ നേടാനില്ല. സ്വന്തം തലമുറയെങ്കിലും കർത്താവിന് വേണ്ടി നേടണം. ഈ കൺവെൻഷന്റെ 2ാം രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ സ്വർഗത്ത് ചെന്നാൽ പോരാ, തലമുറകളും അവിടെ ചെന്നിരിക്കണം. നമ്മൾ ഉയർത്തിയ സുവിശേഷം തലമുറയും ഉയർത്തണം. നമ്മൾ പറഞ്ഞ അന്യഭാഷ തലമുറയും പറയണം.
നമ്മൾ ആരാധിച്ച കർത്താവിനെ നമ്മുടെ തലമുറയും ആരാധിക്കണം. തലമുറകളുടെ മേൽ ഉന്നം വച്ചിരിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പൊട്ടട്ടെ. സോദ്രം 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 സോദ്രം. അപ്പൊ നിലവിളിക്കാനും കരയാനും ആള് വേണമെന്ന്. അപ്പൊ പൗലോസ് പറയാണ്, ഹസ്രദൃഷ്ടിയുള്ളവനും ആകരുത്, കുരുടനും ആകരുത്, മറിച്ച് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാലേ ദൈവത്തിന് നമുക്ക് വേണ്ടിയുള്ള കരുതലും കാണാൻ പറ്റൂ. ഹാഗറിന് മുമ്പിൽ കർത്താവ് തുറന്നത് കണ്ണാണ്, നീരുറവയല്ല. ആണോ? അവിടെ കണ്ണ് തുറന്നു, അവിടെ നീരുറവ. അപ്പൊ നീരുറവ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ കണ്ണ് തുറന്നപ്പോൾ എന്തോ ചെയ്തു? കണ്ടു. അവന് വേണ്ടി മല മുഴുവൻ നിറഞ്ഞിരിക്കുന്ന സ്വർഗീയ സൈന്യം ഉണ്ടായിരുന്നു. പക്ഷേ എലീശ ഒറ്റ പ്രാർത്ഥന, കർത്താവേ, പ്രവാചകൻ ഒറ്റ പ്രാർത്ഥന, കർത്താവേ ഇവന്റെ കണ്ണൊന്ന് തുറക്കണേ. കണ്ണ് തുറന്നപ്പോഴാണ് കണ്ടത്, ദാ നിൽക്കുന്നു. നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെ ഉള്ളവരെക്കാൾ. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ശൂന്യതയുണ്ടോ? പക്ഷെ ആ ശൂന്യതയുടെ മുമ്പിൽ ഒരു കരുതലുണ്ട്. നിങ്ങളുടെ ചുറ്റും ദൈവിക സൈന്യം നിറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി ആ കരുതൽ അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്വർഗം നിന്നെ കൈവിടില്ല. സ്തോത്രം സ്തോത്രം. അപ്പം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അപ്പം 2 പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. ഇനി 3-ാമത്തെ കാര്യം എന്താ പറയുക? അവൻ്റെ വിളിയാലുള്ള അതറിയണം. ഏറ്റവും വലിയ സന്തോഷം എന്നറിയോ? നമ്മളെ വിളിച്ചത് നമ്മുടെ കർത്താവാ. ആ വിളിയുടെ ബഹുത്വം നമ്മൾ അറിയണമെന്നേ. എന്നെ എൻ്റെ ഭാര്യ ചാച്ചാന്നാ വിളിക്കുന്നേ. പക്ഷെ എത്ര നാളായി നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും, അയ്യോ എന്നാ ബന്ധം. 9 വർഷമായിട്ടുള്ളൂ ചാച്ചാന്ന് വിളിച്ചിട്ട്. 9 വർഷം. ഇപ്പം എൻ്റെ കുഞ്ഞിന് 8 വയസ്സാണ്. അപ്പം ഞാനിപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ദിവസം തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു കൊച്ച്. അപ്പ പോണ്ട ഇങ്ങനെ കരച്ചില്ല. അപ്പം തിരിച്ചു വരുമ്പോഴത്തേനും എൻ്റെ പുറത്ത് കയറും. ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അത് കാണുമ്പം ദൂരെ നിന്ന് അയ്യോ യുഗായുഗമായിട്ടുള്ള ബന്ധമാണ്. എവിടെ? 1, 2, 3, 4, 5, 6, 7, 8 വർഷത്തെ ബന്ധമല്ല ഉള്ളോ? അല്ല, ഇനി ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ഏതാ നമ്മൾ പറയുന്നേ? അമ്മയുടെ സ്നേഹം. എൻ്റെ അമ്മയെ ഞാനിവിടെ 10 വർഷത്തെ ബന്ധമുണ്ട്, 37 ഉള്ളൂ. എന്തായാലും അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴല്ലയോ സ്നേഹിച്ചു തുടങ്ങിയേ? അതോ 16 വയസ്സ് സ്നേഹിച്ചു തുടങ്ങിയോ? എനിക്ക് വരാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി സ്തോത്രം. അത് അങ്ങനെ ആർക്കെങ്കിലും കാഴ്ചപ്പാടുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷേ എന്തായാലും എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചിട്ട് 37 ആയിട്ടുള്ളൂ. എൻ്റെ അപ്പനും എന്നെ സ്നേഹിച്ചിട്ട് അത്രേ ആയിട്ടുള്ളൂ. ഇപ്പം എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ പറയുന്നത്. തെറ്റാണെങ്കിൽ ഓക്കെ. ഇപ്പം ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ ഒരു 50 വർഷത്തിൽ കൂടുതൽ ബന്ധമുള്ളവരെന്ന് കൈവക്കി കാണുമായിരിക്കും അല്ലേ? ഒരെണ്ണവും ഇല്ല, ഒന്നുമില്ല. ഈ 50 പോലും 5 മിനിറ്റ് കൊണ്ട് എണ്ണിക്കൂടെ? അല്ല, 1 മിനിറ്റ് കൊണ്ട് എണ്ണിക്കൂടെ? ഇത്രയൊക്കെ ഉള്ളൂ ലോകത്തിലെ സകല ബന്ധങ്ങളുടെയും ആഴം. പക്ഷേ പൗലോസ് പറഞ്ഞ ഭാഷ എന്നാണെന്നറിയോ? എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചൊരു ദൈവം. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ ഉദരത്തിലെ ഞാൻ ഷേപ്പ്ലെസ് ആയിട്ട് കിടന്നപ്പം നീ എന്നെ കണ്ടതാ. സ്തോത്രം. യിരെമ്യാവിനോട് പറഞ്ഞു, ഷേപ്പ്ലെസ് ആയിട്ട് കിടന്നപ്പോഴല്ല, മറിച്ച് നീ അമ്മയുടെ ഉദരത്തില് ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ കണ്ടതാ. ഏറ്റവും മനോഹരമായ ഭാഷ ഈ എഫേസ്യ ലേഖനത്തിൽ തന്നെ പൗലോസ് പറഞ്ഞത്, ലോകസ്ഥാപനത്തിന് മുമ്പേ ഇങ്ങനെയുള്ള വിളി ഹൃദയത്തിൽ ലഭിച്ചിട്ടുണ്ടെന്നുള്ളവർക്ക് എങ്ങനെ മൗനമായിരിക്കാൻ പറ്റും? അപ്പൊ ഈ വിളി കണ്ടിട്ടാണ് ബൈബിളിൽ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയത്. സ്വർഗീയ വിളിയാന്ന്, ഇത് ഉന്നത വിളിയാന്ന്, ഇത് പരമവിളിയാന്ന്, ഇത് വിശുദ്ധ വിളിയാന്ന്. നിത്യതയിൽ വാങ്ങിപ്പോയൊരു അനുഗ്രഹീതനായ അപ്പച്ചനാണ് ഗീവർഗീസ് അപ്പച്ചൻ. അപ്പച്ചൻ പറഞ്ഞു, ഉന്നത വിളിക്കു യോഗ്യരെ വിളിച്ചവന്റെ സന്നിധി നിന്നു മാറല്ലേ. ആമേൻ. ഉന്നത വിളിക്കോയോ, ഹല്ലേലൂയ. സന്നിധിയിൽ നിന്നു മാറല്ലേ. ആമേ. മന്നിടത്തിൽ നമ്മെ ഓർത്തു ഉന്നതം വേടി. ആമേ. മന്നിടത്തിൽ നമ്മെ ഓർത്തു നന്നന്റെ വന്യപാദമെന്നും ഒന്നായി വരണം. ഉണർന്നു രക്ഷകൻ
ഒരു പ്രാവശ്യം കൂടെ ഉന്നത വിളിക്കൂ യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധി ഇന്നു മാറല്ലേ. ആമേൻ. ഉന്നത വിളിക്കൂ യോഗ്യരെ. ഹല്ലേലൂയ. വിളിച്ചവന്റെ സന്നിധി ഇന്നു മാറല്ലേ. ആമേ. മന്നിടത്തിൽ നമ്മെ ഓർത്തു ഉന്നതം വേടിഞ്ഞു. ആമേ. മന്നിടത്തിൽ നമ്മെ ഓർത്തു ഉന്നതം വേടിഞ്ഞു. ആമേ. നന്ദനന്റെ വന്ധ്യപാദം ഇന്നും ഒന്ന് വന്ദിച്ചിടാം. നന്ദനന്റെ വന്ധ്യപാദം ഇന്നും ഒന്ന് വന്ദിച്ചിടാം. വീണ്ടെടുക്കപ്പെട്ട ഹല്ലേലൂയ. വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, ഓ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. രണ്ട് പ്രാർത്ഥനയാണ്. ഒന്ന്, ദൈവത്തെ കുറിച്ചൊന്ന് അറിയണം. രണ്ട്, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. മൂന്ന്, വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണം. ഒറ്റ കാര്യം കൂടെ പറയാം. അഞ്ചാമത്തെ കാര്യം ഞാൻ പറഞ്ഞങ്ങ് നിർത്താം. നാലാമത്തെ കാര്യം ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. ഇപ്പം നമുക്ക് കിട്ടിയ നമ്മുടെ വ്യത്യസ്തത എന്തുവാ? ലോകത്തിലെ ധനം കിട്ടിയതല്ല, ക്രിസ്തുവെന്ന അവകാശം. അത് 1-ാം അധ്യായം 11-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കണം. അവനിൽ നാം അവകാശവും എന്ന് പറഞ്ഞാൽ യേശു അകത്ത് വന്നുകൊണ്ടുള്ള ധനത്തെ കുറിച്ച് പറയുകയാണ്. ഇത് മഹിമാധനമാണ്. സ്തോത്രം. അത് പൗലോസിന്റെ ഭാഷ തന്നെ ഞാനിങ്ങനെ പറയാം, അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. അതിൽ 1-ന്റെ 8-ാം വാക്യത്തിൽ അതിന് വേറൊരു പേരെഴുതിയിരിക്കുക, കൃപാധനം. ഒന്ന് ഉറച്ചു പറഞ്ഞേ, കൃപാധനം എന്ന് പറഞ്ഞാൽ ഇത് കിട്ടിയത് ഒരു കുടുംബത്തെ നോക്കിയല്ല, ഒരു വിദ്യാഭ്യാസ ശ്രേഷ്ഠതയെ നോക്കിയല്ല, മറിച്ച് കൃപയാൽ അർഹതയില്ലാതെ ലഭിച്ച ഈ ദാനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റണമെന്നേ. ഇപ്പം മഹിമാധനം എന്ന് പറഞ്ഞെങ്കിൽ പൗലോസ് ഇവിടെ പറയുന്നത് എന്താണ്? കൃപാധനം. ഇനി മഹിമാധനം എന്ന് കണ്ടു. ഇനി 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത് കണ്ടോ, തൻ്റെ കൃപയുടെ അത്യന്തധനം. എന്നാ അത്യന്തധനം? മതി, അതിൻ്റെ അത്ര മതി. എന്നാ അത്യന്തധനം? അത്യന്തധനം എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ മലയാള ഭാഷ അറിയാവുന്നവരില്ലേ? അതിനപ്പുറം ഒരു ധനം പറയാനില്ല. സോദരൻ 3 കാര്യം പറഞ്ഞ, മഹിമാധനം, കൃപാധനം, 2 അത്യന്ത, അതിനപ്പുറത്തേക്കൊരു ധനം. ഇത് കിട്ടിയിട്ടുള്ളവര് ഇത് കേൾക്കുമ്പോഴെങ്കിലും സ്വതന്ത്രം പറയും. കാര്യം അംബാനിയേക്കാളും നമ്മളാണ് മേളിൽ. ഇതിനപ്പുറം ഒരു ധനം കിട്ടാനില്ലെന്നേ. സ്വതന്ത്രം. ഇനി 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്ന കണ്ടോ, അപ്രമേയധനം ഒന്ന്. അപ്രമേയധനം വേണ്ട, അതൊന്നും വേണ്ട, അത് മതി. അപ്രമേയധനം എന്നാണ്? അപ്രമേയധനത്തിന് ഇംഗ്ലീഷ് എഴുതുന്ന കൗണ്ട്ലെസ് എന്ന് പറഞ്ഞാൽ എണ്ണിയാലും തീരില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂല്യങ്ങൾ പോലും വില പോലും നിർണയിച്ചിട്ടുണ്ട്. പക്ഷെ നിനക്ക് ലഭിച്ച ധനമുണ്ടല്ലോ, ആ ധനം, അതിനാ പൗലോസ് പറഞ്ഞ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഈ ധനം എല്ലാം കൂടെ അങ്ങോട്ട് തന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും പൗലോസ് ഈ ഭൂമിയിലുള്ളതെല്ലാം ചപ്പന്ന് ഒക്കെ എണ്ണിയൻ്റെ കാര്യം എന്നറിയാം, ചവറന്ന് എണ്ണാൻ കാര്യം എന്നറിയാം. മണ്ടത്തരം കാണിച്ചത് കൊണ്ടല്ല, ഇത് വെച്ച് നോക്കിയപ്പം അതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന ധനം നോക്കി. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറഞ്ഞത്, ഹാ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. സ്തോത്രം. അപ്പൊ നമ്മൾ ചിന്തിക്കും ഈ ധനമേ ഞാനിങ്ങനെ പോയ വഴിയിൽ അങ്ങ് തന്നയാണ്. പക്ഷെ ഈ ധനം തരാൻ കർത്താവ് അനുഭവിച്ച പങ്കപ്പാടൊന്ന് ഓർത്താൽ ഇന്ന് രാത്രി ദൈവസ്നേഹം കൊണ്ട് ഹൃദയം കത്തും. ഇവിടെ രോഗസൗഖ്യം തരാനും കടഭാരം മാറ്റാനും ഒന്നും കർത്താവ് വലിയ വില കൊടുത്തിട്ടില്ല. ഇപ്പം ക്യാൻസർ രോഗമാകട്ടെ, ഇത് മാറ്റാൻ അങ്ങോട്ട് ദൈവത്തിന് മലമറിക്കുന്ന പണിയാണോ? ഒന്നുമല്ല. ഇപ്പം ഇന്നലെ കർത്താനദാസൻ പറഞ്ഞു, എല്ലാം ഇങ്ങനെ ശൂന്യമായിട്ട് കിടക്കുക, വെളിച്ചം ഉണ്ടാകട്ടെ, ഒറ്റ വാക്കിതാ വെളിച്ചം. അങ്ങനെയുള്ള ദൈവത്തിന് നമുക്കാണോ അയ്യോ വലിയ രോഗം, ചെങ്കടൽ വിഭജിച്ചു, അയ്യോ ചെങ്കടൽ. കർത്താവിനെന്തുവാ? കർത്താവിന് വാടി അങ്ങോട്ട് നീട്ടടാ, ബാക്കി ഞാനേറ്റ്, അത്രയോ. അതിന് കർത്താവ് ക്രൂശിക്കപ്പെട്ടോ? പക്ഷെ ഈ ധനം തരാൻ, അത് 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം, അറിയാവുന്ന വാക്യം എന്നറിയോ? നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നിട്ടും ദരിദ്രരായിരുന്ന നമ്മളെ സമ്പന്നരാക്കാൻ
അവൻ അനുഭവം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കൺവെൻഷനിലുണ്ടല്ലോ, കാൽവറിയെ ഉയർത്താതെ ഈ മീറ്റിംഗ് നിർത്തിയാൽ ശരിയാകില്ല. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതൊരു വലിയ അത്ഭുതമല്ലേ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 4 കോടതികളും മാറി മാറി വിസ്തരിച്ചു. എല്ലാ കോടതികളും പറഞ്ഞു തെറ്റില്ലെന്നും മാത്രമല്ല നീതിമാനാന്ന സർട്ടിഫിക്കറ്റും കൂടെ കൊടുത്തു. എന്നിട്ടും ഞാൻ നീതിമാനാ എന്നും പറഞ്ഞ് കർത്താവ് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല. അതിന്റെ കാര്യം എന്നറിയാമോ? ആ നിന്നത് എനിക്ക് പകരാണ്, നിങ്ങൾക്ക് പകരാ. കേറി അങ്ങ് നിൽക്കുകയായിരുന്നു. സ്തോത്രം. ശരീരം അടിച്ചു പുറം പൊളി. അത് സാധാരണ അടിയൊന്നുമല്ല. റോമൻ നാണയങ്ങളും ഈയക്കട്ടകളും ഇരുമ്പ് കഷണങ്ങളും ചേർത്തുണ്ടാക്കിയ ചാട്ടവാറ് വെച്ച് അടിച്ചു പുറം പൊളിക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും എന്നെ എന്തിനാ അടിച്ചേ എന്ന് കർത്താവ് ചോദിച്ചില്ല. എൻ്റെ മോളുണ്ടല്ലോ, എന്നെ 8 വയസ്സുള്ള, ഞാൻ അവളെ അടിക്കാറില്ല. പക്ഷെ ഈ വഴക്ക് പറയുമ്പോഴും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളങ്ങ് പൊക്കോളും. പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലുണ്ടല്ലോ വിങ്ങിപ്പൊട്ടുണ്ട്. നമ്മൾ ചുമ്മാതാ വഴക്ക് പറയുന്നെങ്കിൽ. നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് തൻ്റെ ഇടത്തോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദൈവപുത്രൻ ഒരു തെറ്റ് പോലും ചെയ്യാതെ കൊണ്ടയാട്ടി മുഴുവൻ അവസാനം ആ നിൽക്കുന്ന നിപ്പ് കണ്ടിട്ട് ആ മനുഷ്യൻ ഇതാന്ന് പീലാത്തോസ് പറഞ്ഞെങ്കിൽ കാര്യം, കൊണ്ടുപോയ പരുവത്തിനല്ല തിരിച്ചു കൊണ്ടുവന്ന് നിർത്തിയത്. പക്ഷെ ഒറ്റയടിക്ക് പോലും തിരിച്ചു പ്രതികരിക്കാതിരുന്നത് കൊണ്ടയാടി മുഴുവൻ എന്റെ പാപത്തിന് വേണ്ടിയാ. ഭാരമേറിയ മരക്കുരിശും തോളിൽ വഹിച്ചുകൊണ്ട് ഗോൽഗോഥാവിന്റെ തെരുവീതിയിലൂടെ, യെരൂശലേമിന്റെ തെരുവീതിയിലൂടെ വീണ്ടും എഴുന്നേറ്റും ഗോൽഗോഥാവിലേക്ക് നടന്നുപോയത് എന്നെ സമ്പന്നനാക്കാനാ. എന്റെ പ്രിയപ്പെട്ടവർ, 2 കൈകളിൽ മാറി അടിക്കപ്പെട്ടവനായി, തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ടവനായി, അവസാനത്തുള്ളി രക്തം വരെയും കാൽവരെ ഊറ്റി തന്നിട്ട് എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രാണനെ വിട്ടത് എന്നെ സമ്പന്നനാക്കാനാണെങ്കിൽ, ആ കാൽവരിയിലെ സ്നേഹം അകത്ത് കത്തുന്ന പ്രിയപ്പെട്ടവര് ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. ഇത്രമാത്രം സ്നേഹിച്ച ആരും ഈ ഉലകത്തിലില്ല. ഇന്ന് രാത്രി ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്, ഒരു ദൈവകൃപ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആ കാൽവരിയിലെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാ. പക്ഷെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ അല്പസമയം കരമടിച്ച് ആ രാജാതി രാജാവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. അവനൊപ്പം പറയാൻ ആളില്ല, അവനെ പോലെ ആരാധന ആരുമില്ല.